ഇന്നത്തെ വചനചിന്ത, വിശ്വാസത്തിന് പ്രവൃത്തി ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. വിശ്വാസത്തോടെ വചനം പ്രവചിക്കുവാൻ തയ്യാറായാൽ അസ്ഥികൾ സൈന്യമായി എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. താഴ്വരയിൽ വെള്ളം കൊണ്ട് നിറയും. അസ്ഥിയുടെ താഴ്വരയിൽ ജീവൻ്റെ തുടിപ്പ് കണ്ടില്ല എങ്കിലും വിശ്വാസത്തോടുകൂടെ പ്രവചിച്ചപ്പോൾ സർവശക്തനായ ദൈവം അതിന് ജീവൻ വച്ച് സൈന്യമാക്കി നിർത്തിയതുപോലെ കാറ്റ് കണ്ടില്ല എങ്കിലും മഴ കണ്ടില്ല എങ്കിലും വിശ്വാസത്തോടുകൂടെ താഴ്വരയിൽ കുഴി വെട്ടിയപ്പോൾ അതിന് നിറച്ചുവെങ്കിൽ താങ്കൾ കടന്നു പോകുന്ന ഏതവസ്ഥയിലും വിശ്വാസത്തിൻ്റെ വാക്ക് വിളിച്ചു പറയുന്നവർക്ക്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഭക്തനായ ഇയ്യോബിനെ പോലെ എല്ലാം നഷ്ടപ്പെട്ടവനായി, ഉറ്റവരാലും ഉടയവരാലും തള്ളപ്പെട്ടവനായി താങ്കൾ മാറിയേക്കാം. സഹായിച്ചവരും കൂടെ നിന്നവരും മുഖം തിരിച്ച് മാറിപ്പോയേക്കാം. എന്നാൽ ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ലെന്ന് വാഗ്ദത്തം നൽകിയ ദൈവം താങ്കളുടെ കൂടെയുണ്ട് കേട്ടോ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്കായി കർത്താവ് പ്രവർത്തിക്കും. ദൈവം നമ്മുടെ സംഗീതവും ബലവും കോട്ടയും സഹായകനുമാകുന്നു. ആരെന്നെ വിടുവിക്കും, ആരെന്നെ സഹായിക്കും, ആരെനിക്ക് ചുറ്റും പരിചയമായി നിൽക്കും എന്ന ഹൃദയവേദനയോടുകൂടെ ആയിരിക്കുന്ന താങ്കളുടെ പറവാൻ ഒരു സന്ദേശമുണ്ട്. അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മെ വിടുവിക്കും. ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നവർക്ക് അവൻ സഹായകനും പരിചയമാകുന്നു. കൂടാതെ അവൻ നമ്മുടെ സംഗീതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. ഭക്തനായ അബ്രഹാം പ്രതിസന്ധിയിൽ വിളിച്ചു പറഞ്ഞു, യഹോവ ഇരേ, യഹോവ കരുതും. ഒരു സാധ്യതയുമില്ലാത്ത ഇടത്ത് ഭക്തനായ അബ്രഹാമിന് വേണ്ടി ദൈവം കരുതിയെങ്കിൽ പിന്തുടർന്ന് പിടിക്കുവാൻ വരുന്ന ഫറവോൻ സൈന്യത്തെ കണ്ട് മോശ പറഞ്ഞു, യഹോവയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീം വരെ ഇനി ഒരു നാളും കാണുകയില്ല. അതുപോലെ തന്നെ സംഭവിച്ചുവെങ്കിൽ മുന്നിലുള്ള പ്രതിസന്ധി കണ്ട് സകലരും ഭയപ്പെടുമ്പോൾ കാലേബ് വിളിച്ചു പറഞ്ഞു, യഹോവ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അതിന് ജയിക്കുവാൻ കഴിയും, അവകാശമാക്കുവാൻ കഴിയും. കാലേബ് പറഞ്ഞതുപോലെ ദൈവം കനാൻ ദേശത്തെ അവകാശമാക്കി നൽകിയെങ്കിൽ വിശ്വാസത്തിൻ്റെ വാക്ക് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ താങ്കൾ ദൈവത്തിൻ്റെ മഹത്വം കാണും, ദൈവത്തിൻ്റെ അത്ഭുതം അനുഭവിക്കാൻ സാധിക്കും. ഭക്തനായ നോഹ ദൈവശബ്ദം കേട്ട് പെട്ടകം അടിപ്പാനിടയായി. വിശ്വാസത്തോടുകൂടെ പെട്ടകം അടിച്ച് പൂർത്തീകരിച്ചു. ജലപ്രളയമുണ്ടായപ്പോൾ ദൈവം ഭക്തനായ നോഹയുടെ പെട്ടകത്തെ അരാരത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചു. ദൈവജനത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അവർക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്ന യെരിഹോ മതിലിനെ ദൈവം ഇടിച്ചു മാറ്റുവാനിടയാകും. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി ആർപ്പിട്ടപ്പോൾ പട്ടണമതിൽ അവരുടെ മുമ്പിൽ വീണു. മുന്നോട്ടുള്ള എത്ര വലിയ തടസ്സമാണെങ്കിലും അവയെ മാറ്റി പുതുവഴി ഒരുക്കുവാൻ ദൈവം ശക്തനാണ്. വിശ്വാസത്താൽ പെട്ടകമടിച്ച നോഹയുടെ പ്രവൃത്തി കണ്ട ദൈവം 7-ാം മാസം 17-ാം തീയതി പെട്ടകത്തെ അരാരത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചുവെങ്കിൽ ദൈവശബ്ദം കേട്ടിട്ടാണോ ഇറങ്ങിയത്? വാഗ്ദത്തങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ട്. അവയെ നിവൃത്തീകരിക്കുന്ന ദൈവം താങ്കളുടെ കൂടെയുണ്ട്. വാഗ്ദത്തങ്ങൾക്ക് യാത്ര ചെയ്യുന്നുള്ള മുൻപിൽ തടസ്സമായി നിൽക്കുന്ന യെരിഹോ മതിലാകട്ടെ, യോർദാനാകട്ടെ, ചെങ്കടലാകട്ടെ, സകലത്തെയും തുറന്ന് മുന്നോട്ട് വഴി നടത്തുവാൻ ദൈവം ശക്തനാണ്. കാരാഗൃഹത്തിൻ്റെ അനുഭവങ്ങൾ താൽക്കാലികമാണ്. യോസേഫിനെ മിസ്രയിൽ 2ാമനാക്കി മാറ്റിയതുപോലെ ദൈവം ശ്രേഷ്ഠമായ പദവിയിലേക്ക് കരം പിടിച്ചുയർത്തും. തീച്ചോറുടെ അവസ്ഥ താൽക്കാലികമാണ്. എരിയുന്ന തീച്ചോറുടെ നടുവിൽ സർവശക്തനായ ദൈവം ഇറങ്ങി വരും. ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെ അരികിലേക്ക് 4ാമനായി ദൈവപുത്രൻ ഇറങ്ങി വന്നതുപോലെ താങ്കൾ അനുഭവിക്കുന്ന എത്ര വലിയ വിഷയമാണെങ്കിലും അതിന് പരിഹാരം കർത്താവ് കരുതിയിട്ടുണ്ട്. ശ്രേഷ്ഠമായ പദവിയിലേക്ക് താങ്കളെ ദൈവം കരം പിടിച്ചുയർത്തും. എല്ലാം നഷ്ടപ്പെട്ട ഇയ്യോബിന് സകലത്തെ ദൈവം മടക്കി നൽകി മാനിച്ചുവെങ്കിൽ, കാട്ടിൽ കടന്ന ബാലനായ ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി രാജകൊട്ടാരത്ത് ശ്രേഷ്ഠ പദവി നൽകിയെങ്കിൽ, അനാഥയായിരുന്ന എസ്തറിനെ ദൈവം രാജ്ഞിയാക്കി ദൈവം ഉയർത്തിയെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഹന്ന ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞു, ദരിദ്രനെ അവൻ ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് നിവർത്തുന്നു, പ്രഭുക്കന്മാരുടെ നടുവിലെത്തുവാനും മഹിമാസനം അവകാശമാക്കി നൽകുവാനും തന്നെയെന്ന്. ഈ നാളുകളിൽ കരം പിടിച്ചുയർത്ത ദൈവം കൂടെയുണ്ട്.
വിശ്വാസത്തോടെ പ്രവർത്തിക്കുക. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അത്ഭുതങ്ങൾ അനുഭവിക്കുവാൻ വചനം ശ്രമിക്കുന്ന ഏവർക്ക് കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.